ബുധനാഴ്ച വന്ന സെൽ ഓഫിൽ നിന്നും അമേരിക്കൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം റിക്കവർ ആവുകയും ഇൻഡെക്സ് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നാസ്ഡാക്ക് 1.63%, S&P 0.68%, ഡോ ജോൺസ് 0.04% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ബുധനാഴ്ചയിലെ ക്ലോസിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിഫ്റ്റി ഇപ്പോഴും ഡൗൺ സൈഡിലായതുകൊണ്ട് ഇന്നത്തെ ദിവസം 70 മുതൽ 80 പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നിഫ്റ്റി 50യിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻഫ്ലേഷൻ ഡേറ്റ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ബുധനാഴ്ച അമേരിക്കൻ മാർക്കറ്റിൽ ഹെവി സെൽ ഓഫ് കാണാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ താഴ്ന്ന ലെവലിലായതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു റിലീഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പുൾ ബാക്ക് കാണാൻ സാധിച്ചു. അതേസമയം ഇൻഫ്ലേഷൻ ഉയർന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിനോടൊപ്പം ഡിസ്ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട ചില ക്ലിയർ സൈനുകളും എക്കോണമി നൽകുന്നു എന്നാണ് ഫെഡ് പ്രസിഡന്റ് അവകാശപ്പെട്ടത്. കൂടാതെ 2% ഇൻഫ്ലേഷൻ എന്ന ടാർഗറ്റ് അത്ര എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഫെഡ് പ്രസിഡന്റ് പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ട്രഷറി ഈൽഡ് 2022 സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 10 വർഷത്തെ ട്രഷറി ഈൽഡ് 4.57% ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് US ഡോളർ ഇൻഡെക്സിലും വർധനവ് കാണാൻ സാധിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷ സമാനമായ സാഹചര്യം രൂപപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിൻ്റെ പ്രൈസിലും വർധനവുണ്ട്. $89 പെർ ബാരൽ എന്ന ലെവലിൽ ബ്രെൻഡ് ക്രൂഡും $85 പെർ ബാരൽ എന്ന ലെവലിൽ WTI ക്രൂഡും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗോൾഡിൻ്റെ വിലയിലും തുടർച്ചയായ വർധനവുണ്ടായിട്ടുണ്ട്. കോമഡിറ്റിയുടെ വില വർദ്ധിക്കുന്നതും മാർക്കറ്റിന് അത്ര അനുകൂലമായ സാഹചര്യമല്ല സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് TCS. ഇന്ന് TCS, ആനന്ദ് റാട്ടി തുടങ്ങിയ 2 കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരികയാണ്. TCSൻ്റെ ഡിവിഡൻഡ് പ്രഖ്യാപനവും ഇന്നുണ്ടാകും. ഈ 2 കമ്പനികളെ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. ഫീനിക്സ് മില്ലിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. ഫീനിക്സ് മില്ല് 2024 ഫിനാൻഷ്യൽ ഇയറിലെ Q4 ടോട്ടൽ കൺസപ്ഷൻ 27% ഉയർന്ന് 2818 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രോസ് റീറ്റെയിൽ കളക്ഷൻ 2024 ഫിനാൻഷ്യൽ ഇയറിലെ Q4 ഇയർ ഓൺ ഇയറിൽ 37% വർദ്ധിച്ച് 791 കോടിയായി മാറി. എൻറ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ കൺസപ്ഷൻ 22% വർദ്ധിച്ച് 11,327 കോടിയും എൻറ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ ഗ്രോസ് റീറ്റെയിൽ കളക്ഷൻ 27% വർദ്ധിച്ച് 2,743 കോടിയുമാണ്. L&T എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. L&Tയുടെയും കാനഡ പെൻഷൻ പ്ലാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡിൻ്റെയും ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായ L&T ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന കമ്പനി അതിൻ്റെ 51% സ്റ്റേക്ക് എപ്പിക് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയിൽ ഡൈവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമൊബൈൽ കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ആൻസിലറി കമ്പനിയായ യൂണോ മിൻഡ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ബിസിനസ് എക്സ്പാൻഷൻ്റെ ഭാഗമായി കമ്പനി 94 ഏക്കർ ലാൻഡ് ഹരിയാനയിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. 1,20,000 വീൽസ് നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു ഗ്രീൻഫീൽഡ് അലോയ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് 94 ഏക്കറിൻ്റെ അക്വിസിഷൻ കമ്പനി നടത്തിയത്. ഇവിടെ 25 ഏക്കറിൽ അലോയ് വീൽ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി 542 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തുകയും ചെയ്യും. PVR അയണോക്സ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്. കൊച്ചിയിലെ ഫോറം മാളിലും ബാംഗ്ലൂരിലെ ഫീനിക്സ് മാളിലും 9 പുതിയ സ്ക്രീനുകൾ കൂടി PVR അയണോക്സ് ഓപ്പൺ ചെയ്തു. ഇതുവഴി PVR അയണോക്സിൻ്റെ ടോട്ടൽ സ്ക്രീനുകളുടെ എണ്ണം 1777 എത്തുകയും 113 സിറ്റികളിലായി 360 മോളുകളിൽ PVR അയണോക്സ് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മെട്രോപോളിസ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ഓവറാൾ ബിസിനസ് 10% വർദ്ധിച്ചു. കമ്പനിയുടെ കോർ ബിസിനസ്സിൽ 15% ഇയർ ഓൺ ഇയറിൽ വർധനവുണ്ടായി. അതോടൊപ്പം തന്നെ വോളിയം 8% ഉയരുകയും ചെയ്തു. സ്പെഷ്യാലിറ്റി ടെസ്റ്റിംഗ് സെഗ്മെൻറ്റ്, പ്രീമിയം വെൽനസ് സെഗ്മെൻറ്റ് എന്നിവയിൽ 18% വളർച്ച കമ്പനി കൈവരിച്ചു. ഇപ്രാവശ്യം കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത മുഴുവൻ കമ്പനി പൂർണ്ണമായും അടയ്ക്കുകയും കമ്പനി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയായി മാറുകയും ചെയ്തു. ഇത് മെട്രോപോളിസ് ഹെൽത്ത് കെയറിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. അതുപോലെ ഇന്ന് നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ക്യാംസ് ആണ്. ക്യാംസ് എന്ന കമ്പനിക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായി പ്രവർത്തിക്കുന്നതിന് RBIയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര സീംലെസ് എന്ന കമ്പനിയെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ONGCയിൽ നിന്നും
കേസിംഗ് സീംലെസ് പൈപ്പ് സപ്ലൈ ചെയ്യുന്നതിന് മഹാരാഷ്ട്ര സീംലെസ് എന്ന കമ്പനിക്ക് 674 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്